ഹലോ ഫുഡീസ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ 2 വലിയ പീസ് ശർക്കര നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു 3/4 കപ്പ് മൈദപ്പൊടി നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പത്തിരിപ്പൊടി, അരിപ്പൊടി, അതുകൂടെ ഈ മിക്സിംഗ് ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരയുടെ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചെറിയ ഒരു ഇളം ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ഇളം ചൂടോട് കൂടി നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വെള്ളം കൂടിപ്പോയാൽ ബാറ്റർ ഒരുപാട് ലൂസായിട്ട് പോകും. നമുക്ക് ഒരുപാട് ലൂസുമല്ല അധികം തിക്കും അല്ലാത്തൊരു ബാറ്ററാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നിർത്തുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത ശേഷം ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. ഒരു 1.5 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുമായി കഴിയുമ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്. അധികം തിക്കുമാവാൻ പാടില്ല, അധികം ലൂസുമാവാൻ പാടില്ല. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ ഒന്നുകൂടെ തിക്കായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കട്ടി കൂടാതെ ഒരു സെമി തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത നീളത്തിൽ മുറിച്ചെടുത്ത 2 പഴം. ഇതിനി നമുക്ക് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അതുകൊണ്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പഴം എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണയ്ക്ക്. പിന്നെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ശരിക്കും ഇത് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയല്ല. അരിപ്പൊടി ചേർത്തത് കാരണം ഇത് നല്ല ക്രിസ്പി ആയിരിക്കും പുറം ഭാഗം. ഉള്ളിൽ നല്ല പഴുത്ത പഴത്തിൻ്റെ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല ക്രിസ്പി പഴംപൊരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇരുഭാഗവും ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണിത്. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ആ പഴത്തിൻ്റെ ആ ഒരു നല്ല ജ്യൂസ്നെസ്സും കൂടി നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഒരു ക്രിസ്പി പഴംപൊരി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്